കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തണം, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. അകൃത്യം മോചിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുക്കുന്ന ദൈവം ഇന്ന് പ്രഭാതത്തിലും നമ്മളോട് കൂടെയുണ്ട്. അവിടുത്തെ പ്രവൃത്തികൾ തീർന്നിട്ടില്ല. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ വിചാരങ്ങളും വഴികളും അത്യന്തം ഉയർന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അനർത്ഥങ്ങൾ വരുമ്പോൾ ഭയപ്പെടരുത്. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന, തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന, പാറമേൽ ഉയർത്തുന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ആരും മാറട്ടെ, മറക്കട്ടെ, പരിഹസിക്കട്ടെ, മാറാത്ത, മറക്കാത്ത, ആശ്ലേഷിക്കുന്ന നിന്ദകളുടെയും താങ്ങുവാൻ കഴിയാത്ത കൂരമ്പുകൾ പോലുള്ള വാക്കുകളുടെയും നടുവിൽ നട്ടം തിരിയുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നന്മയ്ക്കായി ചില അടയാളങ്ങൾ നമുക്ക് നൽകും. ആർക്കും അത് തടയാൻ സാധ്യമല്ല. എൻ്റെ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും. അവിടുന്ന് നമ്മുടെ വൈരികളെ മതിച്ച് കളയും. തിരുവെഴുത്ത് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരും പാമ്പിനെയും നീ മെതിച്ച് കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം, അറിയുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ എന്ന് പാട്ടുകാരൻ ചോദിക്കുന്നു. ഇല്ല, ഒരു കാലഘട്ടത്തിലും നമ്മളെ നിന്നേക്ക് അപമാനത്തിന് ഏൽപ്പിച്ചിട്ട്, കാരണം നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദൈവം അടങ്ങിയിരിക്കില്ല. ദൈവം പറയുന്നു, ഞാൻ എഴുന്നേറ്റ് വരുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, എൻ്റെ ഭുജം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും അത് തടയാൻ കഴിയത്തില്ലെന്നൂടെ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് തിരിച്ചറിയട്ടെ. വിശ്വസിക്കപ്രിയരെ, ദൈവത്തിൻ്റെ ഭുജം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശുവിൻ്റെ നാമത്തിൽ സ്ഥിരമായി നിന്ന് ദൈവം നൽകുന്ന രക്ഷ കണ്ടുകൊള്ളുകയും സ്ഥിരമായി നിൽക്കണം, ഉറച്ചു നിൽക്കണം, പതറിപ്പോകരുത്. സാഹചര്യങ്ങളെതിരാണ്. ഫറവോനും സൈന്യവും പുറകിലുണ്ട്. മുമ്പിൽ വലിയ ചെങ്കടൽ, ആർത്തിരമ്പ്, വഴിമാറാതെ രണ്ട് സൈഡിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെടാനും പറ്റില്ല. പക്ഷേ അവിടെയാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഉറച്ചു നിൽപ്പേ. ദൈവം പറഞ്ഞാൽ ഉറച്ചു നിൽക്കണം. ചെങ്കടലിൽ വഴി തുറക്കാൻ കഴിവുള്ള ഒരുവനാണ് പറഞ്ഞത്. പിടിക്കുവാൻ നിൽക്കുന്ന ഫറവോൻ്റെ ശക്തികളെ തകർക്കാൻ കഴിവുള്ള ഒരുവനാണ് പറഞ്ഞത് ഉറച്ചു നിൽക്കാൻ. ഒന്നും കാണത്തില്ല, ഉറച്ചു നിൽക്കാൻ സാധ്യതകൾ എതിരാകും. അവിടെ പിടിച്ചു നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകലും നമ്മുടെ മേൽ വെളിപ്പെടുത്തി നമ്മെ ആദരിക്കാൻ അവിടത്തേക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്.
ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവനവരോട് ഒരു ഉപമ പറഞ്ഞു. യേശു പറയുകയാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മടുപ്പിക്കുന്ന ഒത്തിരി ശക്തമായ വെല്ലുവിളികൾ. ഇനി ആൻസർ കിട്ടത്തില്ലല്ലോ, സമയവും കാലവും കഴിഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി എന്നൊക്കെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ ചോദ്യം വരാൻ സാധ്യതകളില്ലേ? നമ്മൾ തന്നെ പറയത്തില്ലേ, പ്രാർത്ഥിച്ചു മടുത്തു, അതിനൊരു വിടുതൽ കാണുന്നില്ല, നിരാശ അകത്ത് കൊണ്ടുവരില്ലേ പിശാച്? എന്നാൽ ഇവിടെ പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവൻ ജയിക്കും. പിശാചിനൊരു പ്രസംഗികനെ അല്ല, പാടുന്നവനെ അല്ല ഭയം. പ്രാർത്ഥിക്കുന്നവനെ പിശാച് ഭയപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ അടഞ്ഞത് തുറക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കും. പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരമാണ്. യേശു ഐകിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏത് ശുശ്രൂഷയ്ക്കും മുമ്പ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അത് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ, ദൈവശക്തി ഏറ്റെടുക്കാൻ നമുക്കറിയാം. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഗെത്സമനയിൽ തലരാത്രിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശു തലേദിവസം നമുക്കറിയാമല്ലോ. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൂതന്മാരെ ദൈവം അയക്കുകയാണ് യേശുവിനെ ശക്തീകരിക്കാൻ, സൂക്ഷിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ ശക്തമാകുമ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ചിലത് നിൽക്കാൻ പോകുകയാണ്, ചിലത് അടങ്ങാൻ പോകുകയാണ്, വഴിമാറേണ്ടത് വഴിമാറാൻ പോകുകയാണ്. പ്രാർത്ഥന ഒരു വലിയ താക്കോലാണ്. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മടുപ്പിക്കുന്ന, ഇനി കാര്യമില്ലെന്ന് പറയുന്ന, എന്ത് നേടിയെന്ന് ചോദിക്കുന്ന തലത്തിൽ പിശാചകത്വം മന്ത്രിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹന്ന പ്രാർത്ഥിക്കാൻ തയ്യാറായി. കുത്തിനോവിക്കുന്ന വാക്കുകൾ ഒരറ്റത്ത് നിൽക്കുമ്പോഴും ആലയത്തിൽ പോയി ഹൃദയം ദൈവത്തിൻ്റെ മുമ്പാകെ പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത വർഷം അതേ സമയത്ത് അപേക്ഷിച്ചു വാങ്ങിയ ശ്രേഷ്ഠകരമായൊരു വാഗ്ദത്തമായി അവൾ ദൈവാലയത്തിൽ നിൽക്കുകയാണ്. മനസ്സിലായോ? ഇന്ന് പകൽ ഉണ്ടാകത്തില്ലെന്നും നടക്കത്തില്ലെന്നും പറയുമ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ആര് പറഞ്ഞു അവർ കാണെ ദൈവം ചില അത്ഭുതം ചെയ്യാൻ പോകുക. നമുക്കറിയാം, ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ് സക്കറിയ പുരോഹിതൻ. പക്ഷെ അവരുടെ ജീവിതത്തിലും വാഗ്ദത്തങ്ങൾ കാണാൻ പറ്റിയില്ല, തലമുറയില്ലായിരുന്നു. എലിസബത്ത് പറയുകയാണ്, മനുഷ്യരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഭയങ്കര നിന്നയുണ്ടായിരുന്നു, നീക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിന്ന ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ നീക്കിക്കളഞ്ഞത്. പക്ഷേ നിങ്ങൾ നോക്കൂ, സക്കറിയാവിനോട് ദൂതൻ വ്യക്തിപരമായി പറയുന്ന ഒരു പ്രസ്താവന, പ്രിയരെ ശ്രദ്ധിക്കണമേ. എത്ര വർഷം താൻ പ്രാർത്ഥിച്ചു ഇല്ലേ? വിവാഹം കഴിഞ്ഞ ചില വർഷങ്ങൾ പ്രാർത്ഥിച്ചു കാണാം. നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ട് 10 വർഷമോ 15 വർഷമൊക്കെ കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് മടുക്കും, നിരാശപ്പെടും. ഇനി ആൻസർ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പകൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, സക്കറിയാവ് പ്രാർത്ഥിക്കാൻ തയ്യാറായി. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായി. സംഭവിച്ചെന്താ നിങ്ങൾക്കറിയാമല്ലോ. ചിലപ്പോൾ തൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന പലരും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥന ഈ സബ്ജക്റ്റിന് നിർത്തിക്കാണും. സക്കറിയാവ് നിർത്തിയില്ല, നിരാശപ്പെട്ടില്ല, തളർന്നില്ല, മടുത്തില്ല, ശക്തി ചോർന്നു പോയില്ല, ദൈവത്തിന് കഴിയത്തില്ലെന്ന് പറഞ്ഞില്ല. സക്കറിയാവ് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ദൂതൻ പറയുക, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എത്ര വർഷം കഴിഞ്ഞാലും പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വരില്ല,
എന്നും പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ റൈറ്റ് ടൈമിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വാഗ്ദത്തം നിൻ്റെ മേൽ വരുമ്പോൾ ആ യോഹന്നാൻ ദേശത്ത് പ്രസിദ്ധമായി തീർന്നു. അതിൻ്റെ അർത്ഥം ദൈവത്താൽ വെളിപ്പെടുന്ന വാഗ്ദത്തം ലോകത്ത് ശ്രേഷ്ഠമായി തീരും, ലോകത്ത് പ്രസിദ്ധമായി തീരും. ആർക്കും അതിനെ തടയാൻ കഴിയാത്ത വണ്ണം ദൈവമഹത്വം ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടുകയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. യേശു മേലോട്ട് നോക്കിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, അങ്ങൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് എനിക്ക് ലാസറിൻ്റെ കല്ലറക്കിൽ നിന്ന് ഒറ്റ പ്രാർത്ഥന. ദൈവശക്തി ആ പ്രാർത്ഥനയിൽ ഇറങ്ങി. യേശു അടുത്ത നിമിഷം 4 ദിവസമായെന്നും നാറ്റം വെച്ചെന്നും പുറത്തു വരത്തില്ലെന്നും പറഞ്ഞ ആ സബ്ജക്റ്റ് നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒറ്റ കമാൻഡ്, ലാസറെ പുറത്തു വരിക. ഉറക്കെ വിളിച്ചു. ലാസർ പുറത്തു വന്നു. ലോകത്തിൻ്റെ മുമ്പിൽ അടയാളമായി പ്രാർത്ഥന തുറക്കുന്നതാ. പുറത്തു വരത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തെ പുറത്തു കൊണ്ടുവരുന്നതാണ്. നമുക്കറിയാം, 5 അപ്പം 2 മീൻ, 10,000-20,000 ആൾക്കാർ അവിടെ ഉണ്ട്. യേശു ഇത് കയ്യിലോട്ടെടുത്തിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 5 വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നതാണ്, പ്രാർത്ഥന പുറത്തു കൊണ്ടുവരുന്നതാണ്. നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇതിനെ ശക്തീകരിക്കാൻ ദൂതനിറങ്ങും. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന നിന്റെ നിന്ദകളെ മാറ്റുന്നതാണ്. പ്രാർത്ഥന വാഗ്ദത്തങ്ങളെ നിന്റെ കരത്തിൽ തരുന്നതാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും ചില അന്ധകാര മണ്ഡലങ്ങൾ, വ്യാധികൾ മാറിപ്പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ ടച്ച് ചെയ്യുന്ന പകൽക്കാലമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കുന്ന പകൽക്കാലമാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മടുത്തു പോകാതെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയാൽ തുറക്കേണ്ടത് തുറക്കട്ടെ, മാറിപ്പോകേണ്ടത് മാറിപ്പോകട്ടെ, വെളിപ്പെട്ടു വരേണ്ടത് വെളിപ്പെട്ടു വരട്ടെ. നിന്ദകൾ എടുത്തു മാറ്റി സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന പ്രത്യേക നിമിഷത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ വ്യാപരിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, മടുത്തു പോകാതെ ശക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്പിക്കുമാർ.